വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടത്. അദ്ദേഹം കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കുടുംബമൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഭയങ്കര അടുപ്പമുള്ള ഒരു ബന്ധമായിരുന്നു. ഫിലിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 2-3 ദിവസമായി നമ്മുടെ ഫിലിപ്പ് അച്ചായനെ തൊട്ടിട്ടൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് ഒരു യുവതി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഒരു പ്രോഗ്രാമിനകത്ത്. നമ്മുടെ ഫിലിപ്പ് അച്ചായനെ കുറിച്ചാണ് യുവതിയും യുവതിയുടെ ഹസ്ബൻഡുമായിട്ടുള്ള ചെറിയ വിഷയം ഒക്കെ വന്നതിന് ശേഷം രക്ഷകനെ പോലെ വരുന്ന ഫിലിപ്പ് അച്ചായൻ്റെ കഥകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യുവതിയുടെ ഒരു ചെറിയൊരു സ്റ്റോറി ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ശുഭ എന്നാണ് ചേച്ചിയുടെ പേര്. ശുഭ അവരൊരു ഹോമിയോ ഡോക്ടറാണ്. മലപ്പുറത്താണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ. അവർ പ്രണയ വിവാഹമായിരുന്നു, സ്നേഹിച്ച് കല്യാണമൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇച്ചിരി കുടിയും അടിയിടിയും ബഹളമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ അവർക്കൊരു ഇരട്ട കുട്ടികളുണ്ടാവുകയൊക്കെ ചെയ്ത് അതിലൊരു കുട്ടിക്ക് ചെറിയ ഓട്ടിസം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരന്തരം കുടിയും വീട്ടിലെ വഴക്കമൊക്കെ കാരണം ചേച്ചിക്ക് അങ്ങ് ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ആ ഒരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിലോട്ടായി. അവസാനം ഒരു ഓണത്തിന് വന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് പറയുകയൊക്കെ ചെയ്ത് ഞാനങ്ങ് നന്നായിക്കോളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ആ ഏട്ട കിടക്കുന്ന പറഞ്ഞ് നാവിടത്തിലെ വീണ്ടും അതുപോലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അവസാനം അവർ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് അവരുടെ അമ്മ കോൾ ചെയ്യുക കണ്ടുണ്ടായി. അങ്ങനെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്ത് പിന്നെയും അടി പ്രശ്നമൊക്കെ ആയി. അവർ ആ ബന്ധവേ വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് നമ്മുടെ കഥാനായകൻ ഫിലിപ്പ് അച്ചായൻ രംഗത്തോട്ട് വരുന്നത്. അപ്പം അറിയാലോ ഫിലിപ്പ് അച്ചായൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ഫാമിലിയോട് ഷെയർ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ഫിലിപ്പ് അച്ചായന്. അമ്മയോടും ഈ പറയുന്ന നാട്ടുകാരോടും അയലത്തുള്ളവരോടും ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറുകാരോടൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്താ പറയുക, ഈ അവീതവും കൂടെ ഇമാതിരി കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനത്തെ ചില അവന്മാരുടെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭാര്യയുണ്ട്, ഈ പെണ്ണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഭയങ്കര മോശമാണ്, കഷ്ടമാണ്, നീ കുറച്ച് ഹെൽപ്പ് ചെയ്യും, നീ ഒന്ന് കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് കീഴിൽ കൂടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി ആ ഒരു സംഭവമാണ്. എന്തായാലും ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ കാരണം ആ ഫാമിലി എങ്ങാണ്ട് ചെറിയൊരു വഴക്കും പ്രശ്നങ്ങളും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു 5 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഓർത്തൊരു ചിരി വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ഫിലിപ്പിൻ്റെ വൈഫ് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് മാടയാണ് കോടയാണ് സത്യ ചിരി വരുവാണ് കേട്ടോ. ആ ഒരു കേസ് ആയിട്ട് വരുമ്പോൾ ചിരി വരും. വേറെ ഒന്നും കൊണ്ടല്ല, ആ സ്ത്രീ വേറൊരുത്തിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം അയാളെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന ഒന്ന് ഓർക്കുമ്പോഴാണ് അന്ന് എനിക്ക് തോന്നുന്നു മോള് വന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അവർ വന്നത്. പിന്നെ അത് മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ റിലേഷനിലായിരിക്കുന്ന വ്യക്തിയുടെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ പറയുന്ന ഫാമും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യുകയാണ്. അല്ലാതെ ഈ പറയുന്ന ഫിലിപ്പുമായിട്ട് വല്ല ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അയാളുടെ കൂടാണ് താമസം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആൾക്കാരെ പൊടിയിടാൻ വേണ്ടി ഇപ്പോൾ കയറി വന്നൊരു പിടുത്തമില്ല. എന്നിട്ട് നമുക്ക് ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെക്കാം. ശ്രീകുമാരൻ എഴുതിയെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം വളരെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ബൈ പ്രൊഫഷണൽ. അദ്ദേഹത്തിന്റെ യങ് ഏജിൽ അദ്ദേഹം എഴുതിയ പാട്ടാണെന്ന്. അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന ഫിലോസഫിയാണ് എക്കാലത്തും മനുഷ്യബന്ധങ്ങൾ. അതായത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. നിഴൽ പോലെ കൂടെ കരയാനല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഒരു സുഹൃത്താണ്. ഓക്കെ, ആ സുഹൃത്താണ് നമ്മുടെ ഫിലിപ്പ് അച്ചായൻ. ഓക്കെ, എന്തായാലും അതുപോലെ ഒരു സുഹൃത്തിനെ കിട്ടിയ ചേച്ചിക്ക് ഭാഗ്യം. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു കാലത്ത് ഈ സിറ്റുവേഷൻഷിപ്പ്, ഈ അവീതം, അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒക്കെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അതിനൊന്നും എതിരോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനോ കളിയാക്കാനോ ഒന്നും ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഇവിടുത്തെ വിഷയം വേറെ ഒന്നും ഉള്ളൂ. 16 വയസ്സ് മാത്രം ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചു. 16 വയസ്സ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുക, നിങ്ങൾക്ക് അവീതം നടത്തുമോ, തോന്നിവാസം കാണിക്കുമോ, എന്ത് വേണമെങ്കിലും നടത്തിക്കോ. ഇവിടെ നമ്മൾ ആ പടം പറയുന്നൊരു കാര്യം വെച്ചാൽ പ്രായപൂർത്തിയാവാത്ത പിള്ളേരുടെ മണ്ടക്കോട്ട് കയറാതിരിക്കുക, അവരുടെ നെഞ്ചത്തോട്ട് ഉണ്ടാക്കാതിരിക്കുക. അത് മാത്രമേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ അടുത്ത് അതും ഒന്ന് ആലോചിച്ച് നോക്കി, ആ കൊച്ചിനെ ഫോഴ്സ് ചെയ്തിട്ട് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രായപൂർത്തിയാവാത്തൊരു കൊച്ച്, ആ കൊച്ചിപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു കേസിലാണ്. അതാണ് ഫിലിപ്പ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പം ഒരുപാട് വിഷയങ്ങളുണ്ട് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ. ഒരുപാട് സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ പേഴ്സണൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിലിപ്പിൻ്റെ തോന്നിവാസത്തിനെ കുറിച്ച്. ഓക്കെ, ഇവിടുത്തെ മെയിൻ വിഷയം ഞാൻ ഇപ്പോഴും പറയുന്ന 16 വയസ്സുകാരി കൊച്ചിൻ്റെ കാര്യമാണ്. അത് തെറ്റ് തന്നെയാണ്. അത് ഫിലിപ്പ് പോലീസിനോട് സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ചേച്ചി ബാക്കി കൂടെ പറ. പക്ഷെ ആ സുഹൃത്ത് ബന്ധത്തിൽ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന കുറെ ഇൻസിഡൻസ് ഉണ്ടായി. ഒരു പ്രണയമല്ല, വളരെ ആത്മാർത്ഥമായിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സൗഹൃദമാണ്, ആൺസുഹൃത്താണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലും പുറത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. നേതാവല്ല, പോലീസാണ്. ഞാൻ സൂക്ഷിക്കണം. നല്ലവനായ പോലീസാണ്. അതെ, നല്ലവനായ പോലീസായിരുന്ന സമയത്താണെങ്കിൽ പോലും ഇവന് ഒരുപാട് തോന്നിവാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലഹരിയുടെ പരിപാടികളാണെങ്കിലും ആവശ്യമില്ലാത്ത കുറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിന്നിട്ട് പല കാര്യങ്ങളും ഇവൻ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു. ഇവന് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു സാർ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ പേര് കഴിഞ്ഞ വീഡിയോ വെച്ചായിരുന്നു, ഞാൻ ആ ഒരു പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അദ്ദേഹം കൈയോടെ ഇവനെ പൊക്കിയതാണ്. അങ്ങനെ അവൻ ജോലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്തതാണ്. കാരണം അതിനേക്കാളും വരുമാനം ഈ പറയുന്ന സാധനത്തിലൂടെ അവന് കിട്ടുമെന്ന് പറഞ്ഞപ്പം 2 വർഷം കൊണ്ട് 70 ലക്ഷത്തോളം രൂപകൾ ഞാൻ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പോലീസ് കാക്കിയിട്ട് നടക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് അവൻ ഈ ഒരു പണിക്ക് പോകുന്നതിന്. എന്നിട്ട് മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഓരോ, പ്രത്യേകിച്ച് ഈ മലപ്പുറം കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് ഈ മുസ്ലിംസിനെയൊക്കെ കയ്യിലെടുക്കാൻ ഇവൻ ഒരുപാട് പരിപാടികൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്തായി, ഓരോരുത്തവൻ്റെ കുടുംബം കയറി. പിന്നെ അത് മാത്രമല്ല, അവൻ ആണുങ്ങളോട് പോലും പ്രത്യേക താല്പര്യമായിരുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ചെയ്തു പോയ ദ്രോഹങ്ങളല്ലേ, അതിനെന്തായാലും അവൻ കൂലി അനുഭവിക്കും. അത് ആരായാലും ശരി അനുഭവിച്ചേ ഈ ഭൂമി വിട്ടു പോകത്തുള്ളൂ എന്ന് 100% ഉറപ്പാണ്. അത് കാണുന്നത് നിങ്ങളായാലും ഞാനായാലും ആരായാലും ശരി. എന്തായാലും ഇവനോട് പൊറുക്കാൻ പറ്റൂല ആ ഒരു കേസ് കേട്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2-3 ആൾക്കാരോട് ആ കൊച്ച് സംസാരിച്ചു, അതുലിനോട് സംസാരിച്ചു, സായി ചേട്ടനോട് സംസാരിച്ചു. അവരുടെ ഒക്കെ എന്താ പറയണ്ടത്, അത് കേട്ടപ്പോൾ തന്നെ ഇവനെന്ന് പറഞ്ഞ വ്യക്തി നാറി. സാമൂഹ്യ പ്രവർത്തകനും ഒരു മോട്ടിവേറ്ററും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ വളരെയധികം ഞാൻ ഈ 0-ൽ നിന്ന ആ ഒരു സമയത്ത് ഞാൻ എല്ലാ അർത്ഥത്തിലും മനസ്സ് ഡിപ്രഷനിലാണ്. ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യും, എന്നെ ആ ഒരു അടിത്തട്ട്, കിണറ്റിന്റെ അടിത്തട്ടിൽ കിടന്ന ഈ മനസ്സിനെ പൊക്കി കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഒരു എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ എമ്പതിയോടുകൂടിയും ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് ഒന്നും അറിയാതെ നിൽക്കുന്ന എനിക്ക് അവരുടെ ഫാമിലി ആയിട്ട്, അദ്ദേഹത്തിന്റെ വൈഫും ഞാനും വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. വൈഫും ഞാനും അടുത്ത കൂട്ടുകാരി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഫിലിപ്പ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധി, കഴുകന്റെ ബുദ്ധി. എൻ്റെ പൊന്നു ഫിലിപ്പ്, നീ ഇപ്പം ഈ പെണ്ണിനെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ നിന്റെ സ്റ്റോറി നീ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു വിട്ടാട്ടെ. എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ. ഫിലിപ്പ് ഈ സ്ത്രീയോട് പറഞ്ഞു വിട്ടായിട്ട് ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ അവിടെ പ്രസന്റ് ചെയ്യുക. ഇതവിടെ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഭാര്യ ഈ ഒരു സംഭവം കാണുമ്പോൾ മനസ്സിലായോ? കാരണം ഫിലിപ്പിൻ്റെ ഇതുവരെയുള്ള ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു പോലീസും ക്രിമിനലും കൂടെ ചേർന്ന ഒരു ഇതാണ്. ഫിലിപ്പിൻ്റെ ഓരോ കഥകൾ അറിയുന്നവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്, നിങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നു ഇത്രയും നാളും ഓരോ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഈ ഒരു കാര്യത്തിൽ. ഫിലിപ്പ് പ്ലാൻ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ നിന്ന കാര്യങ്ങളും കൂടെ പറയുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി ഇത് കിട്ടും. എവിടെ കിട്ടും? ഭാര്യയുടെ മുമ്പിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫിലിപ്പ് കാണിച്ച തോന്നിവാസത്തിനായിരിക്കാം ചിലപ്പോൾ അവർ വേറൊരുത്തരെ ചൂസ് ചെയ്തത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇവന്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട്, പിന്നെ ലഹരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എന്റെ ഭർത്താവിനെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടത്. അദ്ദേഹം കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കുടുംബമൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഭയങ്കര അടുപ്പമുള്ള ഒരു ബന്ധമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഉണ്ടൊരു പായൽ ഉറങ്ങുന്ന രീതിയിലാണ് ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യയും. അതങ്ങനല്ലേ വരൂ. അതൊക്കെ ഫിലിപ്പണ്ണന്റെ ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങളിപ്പോൾ ഒരു പായ എടുക്കുകയും ചെയ്യും, രാത്രി ഫിലിപ്പണ്ണ പിള്ളേച്ചൻ ഇഴഞ്ഞു വരുന്ന പോലെ ഇഴഞ്ഞു വരുന്നൊരു ടൈപ്പാകും. അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എടാ, ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നടത്താതിരിക്കുമോ, അതൊന്നും ഇവിടെ നാട്ടിലുള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമല്ല, ഒരു പ്രശ്നവുമല്ല. ഇവിടെ ആ കൊച്ചിൻ്റെ കാര്യത്തിലാണ് ആ ഒരൊറ്റ കേസ് കേട്ട് വന്നുകൊണ്ടാണ് എല്ലാവരും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം മോളെ പോലെ കാണാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കോഴിക്കോടും പോട്ടെ, കാസർഗോഡ് വെച്ചിട്ട് ഈ ഒരു തോന്നിയാസം കാണിക്കുമ്പോൾ ഫിലിപ്പച്ചാൻ്റെ മൈൻഡ് ഒന്ന് ആലോചിച്ചേ. വൈഫും കുട്ടികളും വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അച്ഛൻ നിരപരാധിയാണ്, മാടയാണ്, കോടയാണ്, ചക്കയാണെന്നൊക്കെ. എന്നിട്ട് ആ പെണ്ണുമ്പുറയുടെ കുറേ കരച്ചിലും കാര്യങ്ങളൊക്കെ, കള്ളക്കണ്ണീരൊക്കെ. ഇപ്പോൾ ഈ ഭാര്യയും ഈ കൊച്ചും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ കൊച്ചിനെ കൊണ്ട് അയാൾ കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ടോ? കാസർഗോഡ് പോകേണ്ട ആവശ്യമുണ്ടോ? ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഫിലിപ്പിൻ്റെ വീട്ടിൽ ഫിലിപ്പും അമ്മ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൊച്ചും ഉണ്ടായിരുന്നു. ഇത് ഫിലിപ്പിൻ്റെ ഈ കേസ് ആയിട്ട് ഈ ന്യൂസുകാരെ വിട്ടാലും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം നാളെ ഈ കാണുന്ന എൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഇവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഈ ഒരു പ്രായപൂർത്തിയാവാത്ത പിള്ളേർക്കുണ്ടാവുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും? അച്ഛനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ആരും വിശ്വസിക്കരുത്. എന്നിട്ടാണ് ആ വീട്ടുകാർ കൊണ്ടോട്ട് ഫിലിപ്പറ്റായിട്ട് വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം അവരുടെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കി ആ വീട്ടുകാരെ കൊച്ചിൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. എപ്പോഴോ ഏതോ ഒരു നിമിഷത്തില് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ ചേച്ചിക്ക് സ്വാഭാവികമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഇനി മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഒരു ചിന്തയാണോ, അതോ ഇനി വേറെ ആരുടെങ്കിലും അസൂയാണോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അസൂയയുടെ കാര്യമൊക്കെ വിടുകയൊക്കെ ചെയ്യും. അച്ചായൻ അങ്ങനെയാണ്, പുള്ളിക്കാരൻ അങ്ങനെയാണ് ചേച്ചി. ഇതിപ്പോ നിങ്ങൾ അന്ന് നിങ്ങൾ 5 വർഷം മുമ്പ് വെളുപ്പിക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം പുള്ളിയുടെ ഒരു രീതി വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എത്ര കോൺഫറൻസോടെ വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് സോഷ്യൽ മീഡിയ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് പറയേണ്ട റീസൺ ഇപ്പോൾ ഓക്കെ, അവർക്ക് കൊണ്ട് എൻ്റെ പേര് കേസ് കൊടുക്കാം, എന്ത് വന്നാലും എനിക്കൊരു വിഷയമില്ല, ഞാൻ തയ്യാറാണ്. കാരണം നമ്മുടെ അതുപോലുള്ള പ്രൂഫും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്ര കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം.
അപ്പൊ അത് ഉള്ളിൽ കിടന്ന് ഈ സംശയം വളർന്നു വന്നിട്ട് ആ വ്യക്തിക്ക് വല്ലാത്തൊരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായി. അവർ തമ്മിൽ വഴക്ക്, ഞാനുമായിട്ട് വഴക്ക്. അപ്പൊ അതൊക്കെ കേട്ടപ്പം എനിക്ക് വല്ലാത്തൊരു ഷോക്കാണ്. ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ എന്റെ ഭർത്താവിനോട്, അതായത് ഞാനും അദ്ദേഹം തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഏറ്റവും അടുത്ത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയത്. ഇപ്പോഴും അവർ തമ്മിലൊരു അകൽച്ചയുണ്ട്. ഈ കേസും മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഇത് ഒരു പ്രോഗ്രാം കൊണ്ടാ തെറ്റിദ്ധാരണ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് തോന്നുന്നു മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരുന്നു തോന്നുന്നു നടന്നത്. എനിക്ക് ഒരു ഭാഗം കൂടെ ഞാൻ വെച്ച് തരാം. കാരണം അവര് ഭർത്താവും ഭാര്യയും മക്കളും സന്തോഷമായിട്ട് കഴിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അവര് ഇനിയും അതേപോലെ ചിരിച്ച് കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ സോഷ്യലായിട്ട് അവര് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായാൽ വളരെ നല്ലത്. പക്ഷേ താങ്കളോടുള്ള സംശയത്തിന്റെ തീവ്രത ഇതോടെ കുറയും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തീവ്രത കൂടാനേ ചാൻസ് ഉള്ളൂ. സീരിയസ്ലി എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ഞാനിത് ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നത് കൈസിന്റെ വീഡിയോ ആണ് കാണുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ എൻ്റെ അഭിപ്രായം കറക്റ്റായിട്ട് നിങ്ങളോട് പറയണമല്ലോ. എനിക്കിതുപോലെ താങ്ങി സംസാരിച്ച് ശീലമില്ല ഈ ഒരു വിഷയത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇത് ഫിലിപ്പിൻ്റെ പ്ലാനാണ്. കാരണം അതുപോലത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവൻ്റെ ലൈഫിൽ അവൻ നല്ല രീതിയിൽ നടത്തുകയാണ്. ഇതിപ്പോൾ അവനെ വിളിപ്പിക്കാൻ വേണ്ടി തന്നെ അവൻ്റെ കുടുംബത്തെ എൻ്റെ മുന്നിൽ അവനൊന്ന് നല്ല വെള്ള ചെയ്യാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടെ കൊണ്ടുപോയിട്ട് ഈ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവൻ തന്നെ വർപ്പിച്ചെന്ന് ഇത് പൊട്ടനും മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.